ഹായ്, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കോഡിഗ്നൈറ്റർ 3-ൽ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇതിന് മെയിനായിട്ടുള്ള കാരണം എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം PHP പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അയാൾക്ക് ഏതെങ്കിലും ഫ്രെയിം വർക്ക് പഠിക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഒരു ആഴ്ചയോടെ വന്ന് പഠിച്ചിരുന്നു തുടക്കമൊക്കെ. പിന്നീട് ലോക്ക്ഡൗൺ ആയ കാരണം വരാൻ പറ്റിയിരുന്നില്ല. അപ്പം അത് കാരണം അങ്ങനെ എന്നോട് വിളിച്ച് പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്ത് യൂട്യൂബിൽ ഇട്ടാൽ മതി, ഷെയർ ചെയ്താൽ മതി, ഞാൻ കണ്ടോളാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ യൂട്യൂബിലൊരു വീഡിയോ ചെയ്യാം, അതെല്ലാവർക്കും ഉപകാരമാവട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളതിന് ചെയ്യാൻ ഉദ്ദേശിക്കണം. അപ്പോൾ ഇതിന് അത്യാവശ്യം PHP അറിഞ്ഞിരിക്കണം ഇത് എങ്കിൽ മാത്രമേ കോഡിഗ്നേറ്ററിൽ നമുക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ PHP എങ്ങനെയാണ് ലോക്കലിൽ നിങ്ങൾ റൺ ചെയ്യണേ, ലോക്കൽ സെറ്റപ്പ് എങ്ങനെ ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാമെങ്കിൽ ഇത് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഏറ്റവും എളുപ്പമാണ് പഠിക്കാൻ കോഡിഗ്നേറ്റർ 3. കോഡിഗ്നേറ്റർ 4 ആണ് പുതിയ വേർഷൻ. അതിൽ നമുക്കിതിന് ശേഷം വേണമെങ്കിൽ പിന്നീട് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ നോക്കാം. ഞാനൊരു പ്രോഗ്രാമറാണ്, കോഡിഗ്നേറ്ററിൽ ലാറാവിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ പ്രൊഫഷണൽ ട്രെയിനറൊന്നുമല്ല. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നമുക്ക് എന്തായാലും തുടങ്ങാം അതിലേക്ക്. ആദ്യം തന്നെ നമുക്കത് കോഡിഗ്നേറ്റർ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കോഡിഗ്നേറ്ററിൻ്റെ ഈ URL എടുത്താൽ മതി. https://coordinator.com ഡൗൺലോഡ്. ഈ URL എടുത്തു കഴിഞ്ഞാൽ ഈ URL നമുക്ക് രണ്ട് വേർഷൻ, ഏത് വേർഷൻ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ 4 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ 3 ആണ് നമ്മൾ ചെയ്യുന്നത്. 3 ഡൗൺലോഡ് ആയി ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ആവും. ഞാൻ ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ലോക്കൽ സെർവർ സെറ്റപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് സാമ്പ് സെർവറാണ് ഉപയോഗിക്കുന്നത്. ലോക്കൽ സെർവറായിട്ട് സാമ്പ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സാമ്പ് ഇതേപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഡൗൺലോഡ് ചെയ്ത് ഇതേപോലെ തന്നെ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി നമുക്ക് PHP ചെയ്യണമെങ്കിൽ PHP അത്യാവശ്യം ചെയ്തിട്ടുള്ള ആൾക്ക് മനസ്സിലാവും എന്തെങ്കിലും നമുക്കൊരു എഡിറ്റർ ആവശ്യമുണ്ടാവും. ഇപ്പോൾ നമുക്ക് സാധാരണ എഡിറ്റർ നോട്ട് പാഡ് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും എഡിറ്റർ യൂസ് ചെയ്യാൻ നമുക്ക് എളുപ്പമുണ്ടാവും. ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. വിഷ്വൽ സ്റ്റുഡിയോ code.visualstudio.com പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് വിൻഡോസ് ഉപയോഗിക്കുന്ന വിൻഡോസിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത്രയാണ് മെയിനായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയാണ് നമുക്കൊരു ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി വേണ്ടത്. ഫ്രെയിം വർക്ക് കോഡിഗ്നേറ്റർ വേണം, ലോഗ് സെർവർ വേണം, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എഡിറ്റർ ഞാനെന്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളും അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും. അത് ഉപയോഗിക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി നമ്മളത് എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്ത് നമ്മളെങ്ങനെയാണ് നമ്മുടെ ലോക്കൽ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ്സ് എന്നുള്ള ഫോൾഡറിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് ഡബിൾ ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ ചെയ്യാത്. ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ ഫയലുകളും കോപ്പി ചെയ്യാം. ഫോൾഡറിലെ എല്ലാ ഫയലും നമ്മൾ കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മുടെ ലോക്കൽ സെർവർ എന്ന് പറഞ്ഞാൽ HDocs ഞാൻ പറഞ്ഞില്ലേ, എക്സാമ്പിൾ HDocs. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നമ്മുടെ ഒരു ബ്ലോഗാണ് നമ്മൾ ചെയ്യണം. അപ്പോൾ ഞാനതിന് പേര് കൊടുക്കുന്നത് ബ്ലോഗ് എന്നാണ് പേര് കൊടുക്കുന്നത്. മൈ ബ്ലോഗ് എന്ന് പേര് കൊടുത്തു. ആ ഫോൾഡറിലേക്ക് എല്ലാം കൂടി കോപ്പി ചെയ്യാം. ഇതിന് കാരണം എങ്ങനെ കോപ്പി ചെയ്യാൻ പറഞ്ഞാൽ വെച്ചാൽ നമുക്ക് എല്ലാം ഒറ്റ ഫോൾഡറിൽ കിട്ടിയാൽ അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇങ്ങനെ ഇപ്പോൾ ഇതിൽ വേറെ കുറച്ച് ഫയലുകളുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ഫോൾഡറിൽ നിന്ന് ഇട്ട് ചെയ്യണം. അപ്പോൾ ഇതിലിട്ടിട്ട് ഇനി നമ്മൾ ഈ ഫോൾഡറിനെ നമ്മുടെ എഡിറ്ററിൽ ഓപ്പൺ ചെയ്യുക. എഡിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ പോയിട്ട് ഓപ്പൺ ഫോൾഡർ കൊടുക്കുക, മൈ ബ്ലോഗ് ഓപ്പൺ ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഫയൽ ഓപ്പണായി. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കണത് ലോക്കലിൽ എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു അല്ല, അത്രയല്ലേ ആയിരുന്നു. നമുക്ക് റൺ ചെയ്ത് നോക്കേണ്ടത്, വർക്ക് ചെയ്യണ്ടോ നോക്കണേ, ഇൻസ്റ്റാളേഷൻ കറക്റ്റ് ആണോ നോക്കണം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലോക്കൽ ഹോസ്റ്റ് മൈ ബ്ലോഗ്. ഇപ്പോൾ കണ്ടല്ലേ, ലോക്കൽ മൈ ബ്ലോഗ് എന്ന് കൊടുത്തപ്പോൾ നമുക്കത് റണ്ണായി. അപ്പോൾ കോഡിഗ്നേറ്റർ റണ്ണായി കഴിഞ്ഞു, നമ്മുടെ ലോക്കലിൽ റണ്ണായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് എന്താണ് ഇതിൽ എങ്ങനെയാണ് റണ്ണാവണേ, എന്താണ് നമ്മൾ കാണുന്നത്, ഇതെല്ലാ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്ത് തന്നെ നോക്കാം. പ്രാക്ടിക്കൽ അതായത് ചെയ്ത് നോക്കി വരുമ്പോൾ അതിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ കുറച്ചും കൂടി മനസ്സിലാക്കാൻ എളുപ്പമുണ്ടായിരിക്കും. തൽക്കാലം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
എനിക്കെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.